ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ സഹായവും പരിചയവുമായി നമ്മോടൊപ്പം നിൽക്കുന്നതിനും കർത്താവിൻ്റെ സംരക്ഷണവും അനുഗ്രഹങ്ങൾക്കും കൂടുതലായി നാം പാത്രരാകുന്നതിനും ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം ലഭിക്കുന്നതിനും ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാം ആകുലതകളും ഭാരവും പ്രയാസവും മനസ്സിൻ്റെ നൊമ്പരങ്ങളും സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന രാത്രിയാണ്. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കാം. നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് കർത്താവിനോട് ഏറ്റുപറയാം. നമ്മെ ശ്രവിക്കുന്ന, നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന, നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ, നമ്മുടെ കാര്യങ്ങളിൽ നമ്മെക്കുറിച്ച് കരുതലുള്ള, നമ്മെ സഹായിക്കുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് ഒരു അടുത്ത സ്നേഹബന്ധം പുലർത്തുവാൻ ഈ രാത്രിയിൽ നമുക്ക് പരിശ്രമിക്കാം, പരിശീലിക്കാം. കർത്താവ് നമ്മുടെ ബലഹീനതകളെ അറിയുന്നവനാണ്. അവിടുന്ന് നമ്മുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കുന്നവനാണ്. നമ്മെ പൂർണ്ണമായും തിരിച്ചറിയുന്ന, നമ്മെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്വീകരിക്കുന്ന, നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം തുറക്കുന്ന രാത്രിയായിരിക്കട്ടെ ഈ രാത്രി. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾക്ക് നാം ഓരോരുത്തരും പാത്രരാകും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച്, നമ്മുടെ ആഗ്രഹങ്ങളെ, അസ്വസ്ഥതകളെ, രോഗപീഠകളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ പ്രാർത്ഥനാ ചാനലുകളിൽ കൂടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നിങ്ങൾക്കറിയാവുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ഈ ദൈവവചനവും പ്രാർത്ഥനയും ലോകമെമ്പാടും എത്തുന്നതിനും എല്ലാവരും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനും ഈ പ്രാർത്ഥനയും ദൈവവചനവും നിങ്ങളിത് ഷെയർ ചെയ്തെത്തിക്കുന്നതിലൂടെ ദൈവം ഇടയാക്കും. നമ്മുടെ ഓരോ നന്മ പ്രവർത്തിക്കും ദൈവത്തിൽ നിന്നും മഹത്വവും അനുഗ്രഹങ്ങളും ലഭിച്ചിരിക്കും. അതിനാൽ ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് ആരൊക്കെ ശ്രമിക്കുന്നുവോ, ആരൊക്കെ സഹായിക്കുന്നുവോ അവർക്കെല്ലാം വലിയ അനുഗ്രഹങ്ങൾ നൽകുന്ന രാത്രിയാണിത്. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 33 8 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഭൂമി മുഴുവൻ കർത്താവിനെ ഭയപ്പെടട്ടെ. ഭൂവാസികൾ അവിടുത്തെ മുൻപിൽ ഭയത്തോടെ നിൽക്കട്ടെ. അവിടുന്ന് അരുളി ചെയ്തു, ലോകം ഉണ്ടായി. അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. കർത്താവ് ജനതകളുടെ ആലോചനകളെ വ്യർത്ഥമാക്കുന്നു. അവരുടെ പദ്ധതികളെ അവിടുന്ന് തകർക്കുന്നു. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്. അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് ദൈവവുമായുള്ള ജനവും അവിടുന്ന് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. തൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവിടുന്ന് ഭൂവാസികളെ വീക്ഷിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നവൻ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കുന്നു. സൈന്യബാഹുല്യം കൊണ്ട് മാത്രം രാജാവ് രക്ഷ നേടുന്നില്ല. കരുത്തുകൊണ്ട് മാത്രം യോദ്ധാവ് മോചിതനാകുന്നില്ല. പടക്കുതിരയെ കൊണ്ട് ജയിക്കാം എന്ന ആശ വ്യർത്ഥമാണ്. അതിൻ്റെ വലിയ ശക്തി കൊണ്ട് അതിന് രക്ഷിക്കാൻ കഴിയുകയില്ല. ഇതാ, തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. നാം കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയും. നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു.
എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ കാരുണ്യം അനുഭവിച്ചറിയുവാൻ അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്ത് അങ്ങയുടെ സന്നിധിയിൽ നിർത്തുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് പകൽക്കാലം മുഴുവനും വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടി ഞങ്ങളെ നടത്തുകയും ഞങ്ങളെ വളർത്തുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്തതിനായി അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഉറങ്ങുമ്പോൾ ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും ഈ രാത്രിയിൽ രുചിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചറിയുക എന്ന വചനം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുമായുള്ള ആഴമായ ബന്ധം സ്ഥാപിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ വളർത്തണമേ. ആത്മീയമായി ഞങ്ങളെ ഉയർച്ച നൽകണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ വിശ്വാസത്തോടെ നിൽക്കുന്ന ജനങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുയർത്തണമേ. കർത്താവേ, അങ്ങ് കൽപ്പിച്ചു സകലതും സ്ഥാപിതമായി. ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും അങ്ങയുടെ കൽപ്പന പ്രകാരം രൂപം കൊണ്ടതാണ്. അങ്ങയുടെ കൽപ്പന പ്രകാരം സുസ്ഥാപിതമാണ് ആകാശവും ഭൂമിയും സമസ്തവും. ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയ വിചാരങ്ങളെയും വികാരങ്ങളെയും അവിടുന്ന് തിരിച്ചറിയുന്നുവല്ലോ. കർത്താവേ, അങ്ങ് ഞങ്ങളെക്കുറിച്ച് അനന്തമായി ചിന്തിച്ചതിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ നന്മകളെക്കുറിച്ച് അങ്ങ് അനാദി മുതലേ ചിന്തിച്ചതിൻ്റെ ഭാഗമാണ് ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും കാണുന്ന ആകാശവും ഭൂമിയും അതിലുള്ള സകലതും. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടി, മക്കളായ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി, ഞങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി അങ്ങ് ഞങ്ങൾ ഈ ഭൂലോകത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്കാവശ്യമായതെല്ലാം അവിടുന്ന് സൃഷ്ടിച്ചു തന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. അത് ഞങ്ങളുടെ നാശത്തിനല്ല, ഞങ്ങളുടെ ക്ഷേമത്തിനാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ വചനം അങ്ങ് എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ വലിയ പദ്ധതികളുടെ ഭാഗമായി ഓരോ ദിവസവും ഞങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നതിനും ഞങ്ങളെ ദൈവവുമായിട്ടുള്ള ഞങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയും പ്ലാനുമുള്ള ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നതിനും ആ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നതിനും ഞങ്ങൾ ആ കർത്താവിൽ വിശ്വസിക്കുന്നതിനും ദൈവമേ, അവിടുന്ന് വലിയ കാര്യങ്ങൾ ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് മനസ്സിലാകുന്നതിനും അപ്പുറമായ കാര്യങ്ങൾ, ഞങ്ങളുടെ അറിവിനേക്കാൾ ഉപരിയായ കാര്യങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നു. എന്നാൽ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുമ്പോൾ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുമ്പോൾ, അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അങ്ങയുടെ പദ്ധതി പ്രകാരമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തലമുറകളോളം നിലനിൽക്കുന്ന അങ്ങയുടെ ചിന്തകൾ, അങ്ങയുടെ പദ്ധതികൾ, ശാശ്വതമായ അങ്ങയുടെ പദ്ധതികൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ, അങ്ങയുമായി ഒരു ഗാഢബന്ധം നിലനിർത്തുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് ദൈവവുമായുള്ള ജനം ഭാഗ്യമുള്ളവരാണ് എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ദൈവമായതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഭാഗ്യം. അങ്ങ് ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായി വന്നതിനാൽ ഞങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതാണ്. ഞങ്ങളുടെ ബലം, ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ എല്ലാ ധൈര്യവും, ഞങ്ങളുടെ ആത്മവിശ്വാസവും. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുമ്പോൾ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാകുന്നു.
കർത്താവേ, ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയണമേ. അങ്ങയുടെ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ ഹൃദയ അവസ്ഥകളെയും നോക്കിക്കാണണമേ. ദൈവമേ, വേദനിച്ചിരിക്കുന്ന ഹൃദയങ്ങളെ ഇപ്പോൾ അവിടുന്ന് സുഖപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയത്തെ എപ്പോഴും വീക്ഷിക്കുന്ന, ഞങ്ങളുടെ ഓരോ അവസ്ഥയെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവമേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന രാത്രിയാക്കി ഈ രാത്രിയെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ശക്തി കൊണ്ടോ, ഞങ്ങളുടെ ആസ്തി കൊണ്ടോ, ഞങ്ങളുടെ സ്വാധീനം കൊണ്ടോ, ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവവുമായുള്ള ഒരു അടുത്ത ബന്ധം ഞങ്ങൾ നിലനിർത്തുമ്പോൾ എൻ്റെ കർത്താവിനുള്ളതെല്ലാം എൻ്റെതായി മാറുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നതിനും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്നതിനും ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും അവിടെ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, ക്ഷാമത്തിലും പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും അവിടുന്ന് ഞങ്ങളുടെ ജീവനെ നിലനിർത്തുന്നതിനാൽ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്കു വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നിടം വരെ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ സഹായവും, അങ്ങാണ് ഞങ്ങളുടെ ശക്തിയും, അങ്ങാണ് ഞങ്ങളുടെ പരിചയം, രക്ഷാകേന്ദ്രവും അഭയകേന്ദ്രവും. എൻ്റെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയം ഓരോ നിമിഷവും അങ്ങയിൽ ആനന്ദിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രത്യാശ വയ്ക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും നോക്കി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളെപ്പോഴും അങ്ങയുടെ സന്നദ്ധിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് മറ്റൊരു നിയോഗമില്ല. ദൈവമേ, അങ്ങയുമായുള്ള സ്നേഹബന്ധമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആവശ്യമായി, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഞങ്ങളുടെ നിയോഗം ഇതാണ്. എൻ്റെ ദൈവമായ കർത്താവിനെ തിരിച്ചറിയുക, എൻ്റെ കർത്താവായ ദൈവത്തെ അടുത്തറിയുക, അടുത്ത് മനസ്സിലാക്കുക, എൻ്റെ കർത്താവിൻ്റെ പദ്ധതികളെ വിവേചിച്ചറിയുക, എൻ്റെ ദൈവത്തെ എല്ലാറ്റിലും ഉപരി സ്നേഹിക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. എൻ്റെ കർത്താവിനിൽ പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കുക. അങ്ങനെ എൻ്റെ ദൈവവുമായ അടുത്ത ബന്ധം സ്ഥാപിക്കുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം, എൻ്റെ നിയോഗം. കർത്താവെ, ഇന്നത്തെ രാത്രിയിൽ എൻ്റെ ആവശ്യങ്ങളോടൊപ്പം എൻ്റെ ഏറ്റവും വലിയ നിയോഗമായ എൻ്റെ ദൈവത്തെ അറിയുവാൻ, എൻ്റെ ദൈവത്തെ മനസ്സിലാക്കുവാൻ, എൻ്റെ ദൈവത്തെ ഉൾക്കൊള്ളുവാൻ, എൻ്റെ ദൈവത്തെ തിരിച്ചറിയുവാൻ, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതികളെ എനിക്ക് മനസ്സിലാക്കുവാൻ, എൻ്റെ ദൈവവുമായി ഗാഢബന്ധം സ്ഥാപിക്കുന്നതിന് എൻ്റെ കർത്താവേ, എന്നെ സഹായിക്കണമേ. ദൈവമേ, ഇന്ന് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഉറങ്ങാൻ കിടക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരവും പ്രയാസവും ബുദ്ധിമുട്ടുകളും അവിടുന്ന് ഏറ്റെടുത്ത് ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹവാനായ ഈശോയെ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമാധാനപരമായി ഉറങ്ങുന്നതിനും എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും, ശത്രുവിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും, ദുഷ്ടാത്മാക്കളുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ. മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങൾ ഉറങ്ങുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ കാവലിരിക്കുന്ന ഞങ്ങളുടെ അനന്ത കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ, ദൈവത്തോട് ആഴമായ ബന്ധം നിലനിർത്തുന്നതിന് ഞങ്ങൾക്കൊരു ദിവസം കൂടി നൽകി ഞങ്ങളെ ഈ ജീവിതത്തിൽ തന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഒന്നുകൂടെ കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൻ്റെ വേദനകളെ അറിഞ്ഞ്, അവരുടെ മനസ്സിൻ്റെ ദുഃഖങ്ങളെ
അറിഞ്ഞ് കർത്താവെ അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് സഹായമയച്ച് അവർക്ക് സംതൃപ്തിയും സന്തോഷവും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, ഈ രാത്രിയിൽ ശരീരത്തിന് പൂർണ്ണ സൗഖ്യവും വിടുതലും നൽകി മനസ്സിന് ആശ്വാസവും സന്തോഷവും നൽകി ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിന്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരും കൃപ കണ്ടെത്തുന്നതിനും സമാധാനപരമായി ഉറങ്ങുന്നതിനും എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷയും സൗഖ്യവും ലഭിക്കുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും സമാധാനത്തോടെയുള്ള നിദ്ര നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.